മെഗാ കൺസ്ട്രക്ഷന്റെ ദേശീയപാത നിർമ്മാണത്തിൽ വീണ്ടും തകരാറുകൾ. കാസർഗോഡ് മാവുങ്കാൽ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ പുറത്തേക്ക് കാണപ്പെട്ടു. ടാർ ചെയ്ത ഭാഗത്തിന് താഴെയുള്ള കമ്പികളാണ് പുറത്തേക്ക് കാണുന്നത്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, ഈ കരാർ കമ്പനിക്കാരുടെ ന്യായീകരണങ്ങൾ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അടിക്കടി വിള്ളലും ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എവിടെയാണിപ്പോൾ ഇങ്ങനെ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഇളകുന്ന, തകരുന്ന ഒരു സ്ഥിതി രൂപപ്പെട്ടിരിക്കുന്നത്? പ്രജീഷ്, കേവലം 2 മാസങ്ങൾക്ക് മുൻപേ മാത്രം തുറന്നു കൊടുത്ത കാസർഗോഡ് മാവുങ്കാലിലെ മേൽപ്പാലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോൺക്രീറ്റ് സ്പാനുകൾ പൂർണ്ണമായും ഇളകി ടാറിനിടയിലൂടെ കമ്പികൾ പൂർണ്ണമായും യാത്രക്കാർക്ക് നേരെ കാണാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 മാസത്തിനിടയിൽ മാത്രം തുറന്നു കൊടുത്ത ഏതാനും ചില വാഹനങ്ങൾ മാത്രം കടന്നുപോയിട്ടുള്ള ഒരു പാതയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇനി ആ കമ്പി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പിന്നീട് വലിയ ഒരു കുഴി രൂപപ്പെടാനും വലിയ ഒരു അപകടമുണ്ടാകാനുമുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മാവുങ്കാൽ പ്രദേശത്ത് മാത്രം നിരവധിയായ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എതിരെ വരുന്നത്. നേരത്തെ തന്നെ പുല്ലൂരിലും പെരിയയിലും കമ്പനിയുടെ നിർമ്മാണത്തിൽ വരുന്ന 2 മേൽപ്പാലങ്ങൾ പൂർണ്ണമായി തകർന്നു വീഴുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ മാവുങ്കാലിലും ഇത്തരത്തിൽ വലിയ ഒരു പാളിച്ച ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടത് നാട്ടുകാർക്കിടയിൽ വലിയ ഒരു ആശങ്കയുണ്ടാകുന്നുണ്ട്. പ്രതീഷ്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് മാവുങ്കാൽ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മെഗാ കൺസ്ട്രക്ഷൻ ആണ് അതിന്റെ നിർമ്മാണ ചുമതലകൾ ഉണ്ടായിരുന്നത്. വലിയ ആശങ്കയാണ് ഇപ്പോൾ നിൽക്കുന്നത്.